കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മീൻ വാല്യൂ തിയറം. അതിന് ലഗ്രാഞ്ചസ് തിയറം എന്ന് നമ്മൾ പറയും, ലഗ്രാഞ്ചസ് തിയറം എന്നൊക്കെ പറയും. നമ്മൾ റോൾസ് തിയറം പറഞ്ഞായിരുന്നു. റോൾസ് തിയറം നമ്മളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ രണ്ട് ഇൻ്റർവെൽ നമ്മൾ എയും ബിയും രണ്ട് പോയിൻറ്റ്സ് എക്സ് ആക്സിൽ എടുത്തിട്ട് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയും, കണ്ടിന്യൂസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷൻ എഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കണ്ടീഷൻ ഇല്ല എങ്കിൽ എന്താണ്, അതാണ് നമ്മൾ റോൾസ് തിയറത്തിലേക്ക്, അതായത് മൂന്നാമത്തെ തിയറം നമ്മൾ പറഞ്ഞതിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ്, ഇത് എഫ് ബി ആണ്, ഇത് എഫ് ഓഫ് എ ആണ്. ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും ഈ പോയിന്റ്സ് നമ്മൾ എവിടെ എടുത്താലും വരുന്ന ഒരു കണ്ടീഷനാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അപ്പോൾ ആ മൂന്നാമത്തെ കണ്ടീഷൻ ഇല്ല എന്ന് കരുതുക എന്ന് പറഞ്ഞാൽ എഫ് ഐയും എഫ് ബിയും ഡിഫറൻ്റ് ആണെന്ന് കരുതുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ മീൻ വാല്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എഫ് എ എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണ് നമുക്ക് എഫ് എ എന്ന് പറയുന്നത്. എഫ് ബി എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരം. അപ്പോൾ അത് കാണുമ്പോഴറിയാം നമുക്ക് എഫ് എ എഫ് ബി ഡിഫറൻ്റ് ആണ്. അപ്പോൾ മീൻ വാല്യൂ തിയറം പറയുന്നതാണ്, സപ്പോസ് എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ബി സച്ച് ദാറ്റ് ഒന്നാമത്തെ കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി, എ ബിയിൽ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ എ ബി, ഓപ്പൺ ഇൻ്റർവെൽ. ഈ രണ്ട് കണ്ടീഷനാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഫംഗ്ഷൻ നമുക്ക് അടുത്തായിട്ട് പറയുന്നതാണ് then there exists at least one point C on AB such that f dash C is equal to FB minus FA by B minus A എന്നാണ് പറയുന്നത്. റോൾസ് തിയറത്തിൽ എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ആ 0 വരാൻ കാരണം എന്താണ്, നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന കേർവിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എടുത്താൽ അവിടുത്തെ ടാൻജൻറ്റ് എടുത്താൽ അത് എക്സ് ആക്സിന് പാരലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിന് അല്ല പാരലായിട്ട് വരുന്നു. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇവർ പറയുന്നത് ഈ എക്കും ബിക്കും ഇടയിൽ ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാം. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരിക്കും, ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇവിടുത്തെ ഈ പോയിന്റിലെ ടാൻജൻറ്റ് നമ്മൾ എടുക്കാമെങ്കിൽ നമുക്കറിയാം ഈ പോയിന്റിലെ ടാൻജൻറ്റ് എന്ന് പറയുന്നതാണ് എഫ് ഡാഷ് സി എന്ന് പറയും. ആ ടാൻജൻറ്റും ഈ നമ്മളിവിടെ ഇപ്പം ഇത് എയും ബിയും ആണെന്ന് വിചാരിച്ചു, ഈ രണ്ട് പോയിന്റ് ക്യാപിറ്റൽ എയും. അപ്പോൾ ഈ എ ബി ജോയിൻ ചെയ്യുന്ന കോഡാണല്ലോ, ഈ കോഡും ഈ ടാൻജൻറ്റും പാരലായിരിക്കാത്ത വിധത്തിൽ നമുക്ക് ഒരു പോയിന്റ് എങ്കിലും ഇവിടെ കണ്ടുപിടിക്കാനാണ് സാധിക്കുമെന്നാണ് പറയുന്നത്. മീൻ വാല്യൂ തിയറം പറയുന്നത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ യോജിപ്പിച്ചാൽ ആ കോഡിന് പാരലായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എക്കും ബിക്കും ഇടയിൽ ഒരു പോയിന്റിൽ ആ പോയിന്റിലെ ടാൻജൻറ്റും ഈ കോഡും പാരലായിട്ട് വരും എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ ഈ പോയിന്റ് സി ആണെങ്കിൽ അവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് സി ആണെന്ന് നമുക്കറിയാം, എൻ്റെ ഡെറിവേറ്റീവ് ആണ് ടാൻജൻറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഈ കോഡിൻ്റെ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഇത് രണ്ടും പാരലാണെങ്കിൽ ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും ഇവിടുത്തെ ഈ എ ബിയുടെ സ്ലോപ്പും സെയിം ആയിരിക്കുമല്ലോ. അപ്പം ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് ദ പോയിന്റ് സി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് കോഡ് എ ബി ആയിരിക്കും. ഇനി സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറയുന്നത് എഫ് ഡാഷ് സി ആണ്, ഡെറിവേറ്റീവ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് ആയിരിക്കും അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയും. അത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എ ബിയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം സ്ലോപ്പ് ഓഫ് കോഡ് എ ബി ആണ്. നമുക്കറിയാം വൈ ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ് ആണ്.
അപ്പം നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് എ ആണെങ്കിൽ നമ്മൾ ഈ പോയിന്റ് എ എഫ് ഓഫ് എ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ എസ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്, അത് എഫ് ഓഫ് എയും ആയിരിക്കും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എഫ് ഓഫ് എയും ആയതുകൊണ്ട് ഈ പോയിന്റ് കോർഡിനേറ്റ് എയുടെ കോർഡിനേറ്റ് എഫ് ഓഫ് എ. ഇത്രയും ഡിസ്റ്റൻസ് എഫ് ഓഫ് ബി ആയതുകൊണ്ട് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ബി എഫ് ഓഫ് ബി ആയി. അപ്പോൾ ഈ രണ്ട് പോയിന്റ് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്, എ എഫ് ഓഫ് എ, ബിയുടെ കോർഡിനേറ്റ്സ് ബി എഫ് ഓഫ് ബി ആണ്. അപ്പോൾ അവിടെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, വൈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, ബൈ എക്സ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇതാണ് എസ് കോർഡിനേറ്റ്, ഇതാണ്. അവയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബി മൈനസ് എ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുന്നത്. Then there exists at least one point in between A and B such that f dash c is equal to f of b minus f of a divided by b minus c എന്ന് b minus a എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതേപോലെ ഒരു കർവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇത്. ഇതുപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലാണ്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇതൊരു ഒരു കർവ് ആയത്, സ്മൂത്ത് കർവ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. ഇത് ഡിഫറൻഷ്യബിളും ആണെന്ന് കരുതുക. എക്കും ബി, ഈ ഇന്റർവെൽ എ ടു ബി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഇത് ഡിഫറൻഷ്യബിളും ആണെങ്കിൽ തീർച്ചയായിട്ടും മീൻ വാല്യൂ തിയറം പറയുന്ന ഇതാണ്. there exists at least one point in between A and B. എക്കും ബിക്കും ഇടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ്? ആ സിയിലെ ടാൻജൻറ്റും ഈ എ ബി എന്ന് പറയുന്ന, ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം, റോൾസ് തിയറത്തിൽ ഇത് രണ്ട് ഒരേ ഡിസ്റ്റൻസ് ആയിരുന്നു. ഡിസ്റ്റൻസ് മാറിയപ്പോൾ നമുക്ക് ഇത് തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കോഡുണ്ട്. ഈ കോഡിൻ്റെ സ്ലോപ്പും അല്ലെങ്കിൽ ഈ കോഡും ഈ ടാൻജൻറ്റും പാരലൽ വിധത്തിൽ നമുക്ക് ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഇനി ഈ പോയിന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ്, ഇത് രണ്ട് പാരലായതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് ഈക്വലായി. അപ്പോൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് സി ആണെന്നറിയാത്ത അടുത്ത പോയിന്റ് സി എൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇനി ഈ കോഡിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ? വൈ ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ്, ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ്. ഇതാണ് റോൾസ് തിയറം. റോൾസ് തിയറം അല്ല, ഈ മീൻ വാല്യൂ തിയറം പറയുന്നത്. അപ്പോൾ മീൻ വാല്യൂ തിയറം റോൾസ് തിയറം ആയിട്ടുള്ള വ്യത്യാസം മൂന്നാമത്തെ കണ്ടീഷനിലാണ്. അവിടെ എഫ് ഓഫ് എ എന്ന് ഈ ഹൈറ്റ് ഡിഫറൻസ് മറ്റേ ഹൈറ്റിൻ്റെ കണ്ടീഷൻ ഈക്വൽ ആയിരിക്കണമായിരുന്നു. പക്ഷേ മീൻ വാല്യൂ തിയറത്തിൽ അത് ഹൈറ്റ് ഈക്വൽ ആയിരിക്കണമെന്ന് പറയുന്നില്ല. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാമെങ്കിൽ നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഹൈറ്റ് ഈക്വൽ ആണെന്ന് കരുതിക്കും. അതായത് ഇവിടെ ഈ ഹൈറ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി, സപ്പോസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ എഫ് ഓഫ് ബി ആണെന്ന് കരുതിക്കും. ഇത് രണ്ടും ഒരേ ഹൈറ്റ് വരും. ഒരേ ഹൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ഈക്വൽ ആകുമ്പോൾ എന്താണ്? ഇത് 0 എന്ന് വരും. 0 ബൈ ബി മൈനസ്. അപ്പോൾ എന്താ? 0 ബൈ എനി നമ്പർ ഈസ് 0. അപ്പോൾ എന്ത് വരും? എഫ് ഡാഷ് സി ഇസ് ഈക്വൽ 0 എന്ന് വരും. അത് തന്നെയല്ലേ റോൾസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആയെങ്കിൽ നമുക്ക് എഫ് ഡാഷ് സി ഇസ് ഈക്വൽ 0 ആയിക്കോളും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റോൾസ് തിയറം ഈസ് കൊറോളറി ഓഫ്, അതിൻ്റെ ഒരു സബായിട്ട് എടുക്കാം. അതിൻ്റെ ഒരു സബ് തിയറമായിട്ട് പറയാൻ സാധിക്കുക. മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു സബ് പാർട്ടായിട്ട് നമുക്ക് ഇത് പറയാൻ സാധിക്കും. കൊറോളറി എന്നാണ് നമ്മൾ പറയുന്നത്. റോൾസ് തിയറം ഈസ് എ കൊറോളറി ഓഫ് എ മീൻ വാല്യൂ തിയറം. അപ്പം എ ബി ഈക്വൽ ആകുമ്പോഴത്തേക്കിനും മീൻ വാല്യൂ തിയറം എന്തായിട്ട് മാറും? റോൾസ് തിയറമായിട്ട് മാറും. ഇനി നമുക്ക് അത്രയുമാണ് ഇതിനെ കുറിച്ചുള്ള ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സാമിൻ ദ ആപ്ലിക്കബിലിറ്റി ഓഫ് mean value theorem for the following functions. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ഫോർ എക്സ് ബിലോങ് ടു
ഫൈനൈറ്റ്. ബി പാർട്ടിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഫോർ എക്സ് ബിലോങ് ടു ക്ലോസ് ഇൻ്റർവൽ -3 to 3. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. എക്സ് ബിലോങ് ടു 0 π ആണ്. ഡി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ -1 ആൻഡ് എക്സ് -1. കണ്ടീഷൻ ഇതൊക്കെയാണ്. ഫോർ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നമുക്കിങ്ങനെ കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നെടുക്കാം. ഒന്നാമത്തത് നമുക്ക് മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണോ എന്നാണ്. ഈ 4 പാർട്ടിൽ ഈ പറയുന്ന ഫംഗ്ഷനിലെല്ലാം മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടാണ് പറയുന്നത്. മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നത്. നമുക്ക് എ പാർട്ട് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ് ആണ്. നമുക്കറിയാം അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ നേരത്തെ തന്നെ വരച്ചിട്ടുള്ളതാണ്. 5 തൊട്ട് 9 വരെയാണ്. 5 തൊട്ട് 9 വരെ വരച്ചാൽ ഇങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ട് പോകുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 5, 6, 7, 8, 9 എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന ഇൻറ്റിജറിലൊന്നും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ അവിടെ വയലേറ്റ് ചെയ്യുകയാണ്. ബാക്കി ഇടയ്ക്കുള്ള പോയിന്റ്സിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇൻറ്റിജേഴ്സിലൊന്നും 5, 6, 7, 8, 9 എന്ന് പറയുന്ന പോയിന്റിലൊന്നും എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തതുകൊണ്ട് എന്താ മീൻ വാല്യൂ തിയറം കനോട്ട് ബി അപ്ലൈഡ് എന്ന് നമുക്ക് മീൻ വാല്യൂ തിയറം കനോട്ട് ബി അപ്ലൈഡ്. ബി പാർട്ടിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. ഏതാണ് ഇന്റർവെൽ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ -3 to ഇങ്ങനെയാണ്, -3 to 3 വരെ എടുക്കാനാണ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരാൻ. അപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലും എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0. 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ 0 ഏത് ഇന്റർവെൽ വരുന്നുണ്ട്? -3 to 3 എന്ന് പറയുന്ന ഇന്റർവെൽ വരുന്നതുകൊണ്ട് എന്താണ് ആ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് -3 to 3 അല്ലെങ്കിൽ ഓൺ -3 to 3 എന്ന് പറയുന്ന ആ ഇന്റർവെല്ലിൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. അതുകൊണ്ട് എന്താണ് മീൻ വാല്യൂ തിയറം കനോട്ട് ബി അപ്ലൈഡ്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിലും രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം അവിടെ നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് മീൻ വാല്യൂ തിയറം അവിടെ പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ടാൻ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. നമുക്കറിയാം ടാൻ എക്സ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു π/2. π/2യിലെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അവിടെ കണ്ടിന്യൂസും അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ദ റെസ്പെക്റ്റീവ് ഡൊമൈൻ എന്നൊക്കെ നമ്മൾ പറയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരിക്കലും π/2 എന്ന് പറയുന്ന ആ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് 0 to π ആണ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത്. 0 to π ആണ്. അപ്പോൾ ഈ π/2 എന്ന് പറയുന്നതിന് ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്താ ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ വയലേറ്റ് ചെയ്യുകയാണ്. The function is f(x) is not continuous in എവിടെയാണ് 0 to π. ഏത് പോയിന്റിൽ മാത്രമാണ്? π/2ൽ. അപ്പോൾ ഇതിനിടയിൽ വരുന്ന പോയിന്റ് ആയതുകൊണ്ട് 0 πയിൽ അത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ അവിടെ വയലേറ്റ് ചെയ്ത് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? മീൻ വാല്യൂ തിയറം cannot be applied എന്ന് പറയാൻ സാധിക്കും. cannot be applied. ഇനി അടുത്ത് നമുക്ക് ഡി പാർട്ടിലേക്ക് വരാം. എഫ് ഓഫ് എക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു s² -1 x -1. എൻ്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 0 0. പിന്നെ
എക്സ് മൈനസ് വൺ തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ or equal to 3 ആണ്. അപ്പോൾ -1 3ക്ക് ഇടയ്ക്ക് ഈ ഫംഗ്ഷൻ നമുക്കറിയാം ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇത് രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ -1 to 3 എന്ന് പറയുന്ന ഇന്റർവെൽ നമ്മൾ എടുക്കാമെങ്കിൽ -1 3ക്ക് ഇടയിലുള്ള ഇന്റർവെല്ലിൽ ഈ രണ്ടും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ f(x) ഈസ് കണ്ടിന്യൂസ് ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് -1 to 3 എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ആ ടേണിംഗ് പോയിന്റ് എടുക്കാം. അവിടെ ഇത് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്, പക്ഷേ 0യിൽ ഇത് ഡിഫറൻഷ്യബിൾ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ സാധാരണ 0 ലെഫ്റ്റ് ഹാൻഡ് 0 മൈനസ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമ്മൾ നോക്കാം. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗ്ഗം നമ്മൾ പറഞ്ഞു, 0ക്ക് ലെഫ്റ്റിലാകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ d/dx of s² - 1 എടുത്തിട്ട് x = 0 0 ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ചാണ്. അപ്പം s² - 1ൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അവിടെ x ന് 0 കൊടുക്കുമ്പോൾ എന്താണ് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് 0 എന്ന് നമുക്ക് കിട്ടും. ഇനി റൈറ്റ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. അതെങ്ങനെ കാണണം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് d/dx of 0 ജസ്റ്റ് റൈറ്റിൽ ഫംഗ്ഷൻ x - 1 ആണ്. അത് x = 0 എന്ന് പറയുന്ന പോയിന്റിലൊന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1 ആണ്, ഡെറിവേറ്റീവ് 1 ആണ്. അത് x = 0 കൊടുക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് x ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. സോ ലെഫ്റ്റ് ഡെറിവേറ്റീവ് ഈസ് 0 ആൻഡ് റൈറ്റ് ഡെറിവേറ്റീവ് ഈസ് 1. Therefore f'(0 - not equal to f'(0 plus). അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. f(x) ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 0. അപ്പോൾ ഈ -1 to 3 എന്ന് പറയുന്നത് അതിനിടയിലുള്ള ഒരു പോയിന്റാണ് 0 വന്നുകൊണ്ട് f(x) ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. f(x) ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഇൻ -1 to 3. അപ്പോൾ നോട്ട് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് മീൻ വാല്യൂ തിയറം കനോട്ട് ബി അപ്ലൈഡ്. അപ്പോൾ ഇവിടെ ഇത്രയും തിയറത്തിനകത്ത് ഇത്രയും ഫംഗ്ഷൻ പറഞ്ഞതിൽ നമുക്ക് ഈ രീതിയിൽ രണ്ട് കണ്ടീഷൻ, ആദ്യത്തെ കണ്ടീഷൻ നോക്കുന്നു, രണ്ടാമത്തെ കണ്ടീഷൻ രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മീൻ വാല്യൂ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കബിൾ ആണോ എന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വെരിഫൈ മീൻ വാല്യൂ തിയറം. ഫംഗ്ഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, f(x) = s² into 4 ആണ്. നമുക്കിവിടെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. f(x) s² പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഓൺ 2, 4 നമുക്ക് പറയാം. ഈ ക്ലോസ് ഇന്റർവെൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. f'(x) എന്ന് പറയുമ്പോൾ എന്താണ് 2x ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, 2, 4 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്നാ പറയാം f(x) ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ 2, 4. അപ്പോൾ ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും, മീൻ വാല്യൂ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു f(x). ഈ ഫംഗ്ഷന് മീൻ വാല്യൂ തിയറം ആപ്ലിക്കബിൾ ആണ്. നമുക്കത് വെരിഫൈ ചെയ്യാം. വെരിഫിക്കേഷൻ നോക്കാം. നമ്മുടെ കണ്ടീഷൻ എന്താണ്, f'(c) = f(b) - f(a)/b - a. ഇവിടെ നമുക്ക് എയും ബിയും എടുക്കാം. f(b) എന്ന് പറഞ്ഞാൽ എന്താണ് f(4) ആണ്. f(4) എന്ന് പറയുമ്പോൾ എന്താണ് f(x) s² ആകുമ്പോൾ ഇത് 4² that is 16. f(a) എന്താണ്, f(a) എന്ന് പറയുമ്പോൾ 2 ആണ്, f(2) ആണ്. അപ്പോൾ അത് 2² എന്താണ് 4 എന്ന് വരും. അപ്പോൾ f(a)യും f(b)യും കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് പറയുമ്പോൾ എന്താണ് f'(c) എന്ന് പറയുമ്പോൾ f'(x) 2x ആയതുകൊണ്ട് നമുക്ക് 2c എന്ന് പറയാം. f(b) നമുക്കറിയാം എത്രയാണ് 16 ആണ്. f(a) എന്ന് പറയുന്നത് എത്രയാണ് 4 ആണ്. ഡിവൈഡഡ് ബൈ b -
ബി മൈനസ് എ എന്ന് പറയുമ്പോൾ 4 മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് 12/2, ദാറ്റ് ഈസ് 6 എന്ന് വരും. അപ്പം 2c 6 ആയതുകൊണ്ട് സി എത്രയാണ്? 6/2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവൽ ഏതാണ്? 2, 4 ആണ്. ബിലോങ്സ് ടു 2, 4. അപ്പോൾ ആ 2, 4 എന്ന് പറയുന്ന ആ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ 3 ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എന്ത് വന്നു? മീൻ വാല്യൂ തിയറം ഈസ്, അതായത് 3 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കൊരു ടാൻജൻറ്റ് വരച്ചാൽ അത് നമ്മൾ ഈ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന കോഡിന് വാലിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? therefore മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനെ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കി. ഡാറ്റ് സി ഈക്വൽ എഫ് ബി മൈനസ് എഫ് എ ബൈ ബി മൈനസ് എ ആണ്. അതിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു സി, ഈ ഇൻ്റർവെല്ലിൽ 2 to 4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് എന്താണ് മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. അപ്പം പരീക്ഷയ്ക്ക് ഇതുപോലെ വെരിഫൈ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അതിനുശേഷം വെരിഫിക്കേഷനോട് നടത്തും. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഫംഗ്ഷൻ എന്താണെന്നാണ്. f of x is equal to s square minus 4x minus 3 in the interval AB where small I is equal to 1 and b is equal to 4. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ ഇവിടെ നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എസ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ആണ്. പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് എന്താണ്? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 1, 4 ആണ്. അപ്പോൾ 1 തൊട്ട് 4 വരെയുള്ള ഇൻ്റർവെൽ നമ്മൾ എടുക്കാമെങ്കിൽ ആ ഒരു ഇൻ്റർവെല്ലിൽ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഡാഷ് എക്സ് നോക്കാം. അത് 2x മൈനസ് 4 ആണ്. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എക്സ് സ്ക്വയറിൻ്റെ 2x മൈനസ് 4 ആണ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? 1, 1, 4. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം? എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. അല്ലെങ്കിൽ തന്നെ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഡിഫറൻഷ്യബിൾ ഓൺ 1, 4. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. therefore മീൻ വാല്യൂ തിയറം ക്യാൻ ബി അപ്ലൈഡ്. ഇനി നമുക്കതൊന്ന് വെരിഫൈ ചെയ്യണം. വെരിഫിക്കേഷൻ. അപ്പോൾ എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ്. ഇങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ആദ്യം തന്നെ എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത്. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ബി ആയിട്ട് തന്നിരിക്കുന്നത് 4 ആണ്. എഫ് ഓഫ് 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിവിടെ 4 സ്ക്വയർ മൈനസ് 4 × 4 മൈനസ് 3 എന്ന് വരും. അപ്പോൾ 16 മൈനസ് 16 മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 3 നമുക്കിവിടെ കിട്ടും. അടുത്തത് എഫ് ഓഫ് എ ആണ്. എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ ഇൻ്റർവെൽ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ 1 സ്ക്വയർ മൈനസ് 4 × 1 1 square minus 4 × 1 minus 3 വരും. That is 1 minus 4 minus 3, that is 1 minus 7, that is minus 6 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഈ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 2x മൈനസ് 4 ആയതുകൊണ്ട് എഫ് ഡാഷ് സി എന്താണ്? 2c മൈനസ് 4 ഇസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ്. മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ മൈനസ് 6 ആണ്. ബൈ ബി മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് മൈനസ് 3 പ്ലസ് 6 ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് 3/3, ദാറ്റ് ഈസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 2c മൈനസ് 4 ഇസ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് 2c? 5 എന്ന് വരും. 4 + 1 5. c ഇസ് ഈക്വൽ ടു 5/2, ദാറ്റ് ഈസ് 2.5 എന്ന് വരും. 2.5 എന്ന് നമുക്കറിയാം എവിടെയാണ് അത് ബിലോങ് ചെയ്യുന്നത്. 2.5 എന്ന് പറയുമ്പോൾ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവെൽ 1, 4 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പോയിന്റ് സി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഈ ഇൻ്റർവെല്ലിൽ നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കുക. അവിടെ എഫ് ഡാഷ് സി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കോഡാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? therefore മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്.
അപ്പം ഇങ്ങനെ ഒരു സി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് നമുക്ക് മീൻ വാല്യൂ തിയറം അവിടെ വെരിഫൈ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ. അല്ല, എ പാർട്ടാണ് വെരിഫൈ മീൻ വാല്യൂ ഇൻ ദ ഇന്റർവൽ എ ബി for the function f of x is equal to s cube minus 5s square minus 3x in AB, where a is equal to 1, b is equal to 2. The b part ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. Find all c belongs to 1, 3 for which f dash c is equal to 0. അപ്പോൾ ആദ്യം നമുക്ക് മീൻ വാല്യൂ തിയറം ഒന്ന് വെരിഫൈ ചെയ്യണം. അതിൻ്റെ എ പാർട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. എസ് ക്യൂ മൈനസ് 5s സ്ക്വയർ മൈനസ് 3x ആണ്. പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്കറിയാം. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കും? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ഏതാണ് ഇവിടെ എ ബി എന്ന് പറയുന്നത് 1, 3 ആണ്. ഇങ്ങനെ 1ഉം 3യുമാണ് എടുത്തിരിക്കുന്നത്. ഇനി എഫ് ഡാഷ് എക്സ് നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 3s സ്ക്വയർ മൈനസ് 10x മൈനസ് 3 ആണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യൽ അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് എവിടെയാണ്? ഓൺ 1, 3 എന്ന് നമുക്ക് പറയാം. ഓപ്പൺ ഇൻ്റർവൽ 1, 3. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്നാ പറയാൻ സാധിക്കുന്നത്? ഫോർ മീൻ വാല്യൂ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മീൻ വാല്യൂ തിയറം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വെരിഫിക്കേഷൻ ഞാൻ എടുത്ത് നോക്കാം. അപ്പോൾ വെരിഫൈ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരു സി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ 3 ആണ്. 3 എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ 3 ക്യൂബ് മൈനസ് 5 × 3 സ്ക്വയർ മൈനസ് 3 × 3 ആണ്. ദാറ്റ് ഈസ് 27 മൈനസ് 45 മൈനസ് 9 ആണ്. ദാറ്റ് ഈസ് 27 മൈനസ് 54 വരും. ദാറ്റ് ഈസ് 7, 27 മൈനസ് 27 വരും. ഇനി എഫ് ഓഫ് 1 നമുക്ക് നോക്കാം. That is 1 cube minus 5 × 1 square minus 3 × 1 ആണ്. 1 cube minus 5 × 1 square minus 3 × 1. That is 1 minus 5 minus 3. That is 1 minus 8. That is minus 7. അപ്പോൾ നമുക്കിവിടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 is equal to എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ അവിടെയാണ് മൈനസ് 27 ആണ്. മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ മൈനസ് 7 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് ദാറ്റ് ഈസ് 3 മൈനസ് 1. ദാറ്റ് ഈസ് മൈനസ് 27 പ്ലസ് 7 എന്ന് പറയുമ്പോൾ മൈനസ് 20/2 മൈനസ് 10 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 3c സ്ക്വയർ മൈനസ് 10c മൈനസ് 3 പ്ലസ് 10 is equal to 0 എന്ന് വരും. അത് ഡിവൈഡ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3c സ്ക്വയർ മൈനസ് 10c പ്ലസ് 7 is equal to 0 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷനായിട്ട് വരുന്നത്. നമുക്കിവിടുന്ന് സി ഒന്ന് കണ്ടുപിടിക്കും. സി കണ്ടുപിടിക്കാൻ എന്താണ്? ഫോർമുല ഉപയോഗിക്കാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2 എന്ന്. അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ മൈനസ് 10 ആണ്. അപ്പോൾ 10 മൈനസ് ഓഫ് മൈനസ് 10 എന്ന് പറയുമ്പോൾ 10 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്നാൽ 10 സ്ക്വയർ എന്താണ്? 100 മൈനസ് 4 × 3 × 7/2 × 3. That is 10 plus or minus 100 minus 100 minus 84 ആണ്. അപ്പോൾ എന്നാ വരും? നമുക്ക് 26 എന്ന് വരും അല്ലേ?
26 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ. ദാറ്റ് ഈസ് 3c² മൈനസ് 3c മൈനസ് 7c പ്ലസ് 7 = 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3c കോമൺ ആയിട്ട് എടുക്കാമെങ്കിൽ c മൈനസ് 1 മൈനസ് 7 എടുക്കാമെങ്കിൽ c മൈനസ് 1 എന്ന് എഴുതും. അങ്ങനെ വേണമെങ്കിൽ ഇത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ c മൈനസ് 1 എടുക്കാമെങ്കിൽ കോൺഫാക്റ്റ് ആയിട്ട് എടുക്കാമെങ്കിൽ എന്താ 3c മൈനസ് 7 = 0. അപ്പോൾ c = 1 ഓർ c = 7/3 എന്ന് വരും. അപ്പോൾ ഇവിടെ c = 1, നമ്മുടെ ഇൻ്റർവൽ ഏതാണ്? 1-3 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവൽ 1-3 ആണ് വരേണ്ടത്. അപ്പോൾ 1 ഒരിക്കലും ഇതിനകത്ത് വരികയില്ല, കാരണം 1 അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 7/3 എന്ന് പറയുമ്പോൾ എന്താണ്? 2 പോയിന്റ് സംതിങ് വരും. Therefore c = 7/3 belongs to 1-3. അപ്പോൾ 7/3 എന്ന് പറയുന്ന പോയിന്റ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു പോയിന്റ് ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. 2 പോയിന്റ് സംതിങ് ആണ്. അതുകൊണ്ട് എന്താണ്, therefore mean value theorem is verified. നമുക്ക് ഒരു പോയിന്റെങ്കിലും, ഈ പോയിന്റ് പറ്റത്തില്ല, ഒരു പോയിന്റെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് എന്താണ്, മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് f'(c) = 0 ആകുന്ന രീതിയിൽ നമുക്ക് c കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ f'(c) നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 3c² മൈനസ് 10c മൈനസ് 3 = 0 എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് c ഒന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. -b + or -√b² - 4ac/2 എടുക്കാം. അപ്പോൾ -b എന്ന് പറയുമ്പോൾ 10 + or -√b² എന്ന് പറയുമ്പോൾ 100 മൈനസ് 4 × 3 × -3 ഹോൾ ഡിവൈഡഡ് ബൈ 2 × 3. +10 + or -100 മൈനസ് ഇവിടെ ഇപ്പോൾ നമുക്ക് 36 വരും. 100 + 36 വരും. -or -+36 136 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ ഇതിനെ 136നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 68 വരും. 34 വരും. അപ്പോൾ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് √136നെ √4 × 34 എന്ന് എഴുതാം. 2 c = 10 + or -2 √34 ഡിവൈഡഡ് ബൈ 6. നമുക്ക് 2 കൊണ്ടൊന്ന് ക്യാൻസൽ ചെയ്താൽ 5 + or -√34 ബൈ 6 എന്ന് വരും. ദാറ്റ് ഈസ് c = 5 + √34 ബൈ 6. ഇവിടെ 5, ഇവിടെ 3 വരും. ഇവിടെ 6 ആണ്. ഇവിടെ 5 വരുമ്പോൾ ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 3 നമുക്ക് എടുക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെയും 3 എടുക്കാം. ഇവിടെ ആകുമ്പോൾ എന്താണ് 5 - √34 ബൈ 3. അപ്പോൾ √34 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 പോയിന്റ് സംതിങ് ആണ്. 5 പോയിന്റ് സംതിങ് ബൈ 3. ഇവിടെ എന്ത് വരും? 5 - 5 പോയിന്റ് സംതിങ് ബൈ 3 ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ് 10 പോയിന്റ് സംതിങ് വരും. അപ്പോൾ എന്താണ് 3 പോയിന്റ് സംതിങ് വരും. 3 പോയിന്റ് സംതിങ്. ഇവിടെയാണെങ്കിലോ ഇവിടെ മൈനസ് ആണ് വരാൻ പോകുന്നത്. -പോയിന്റ് സംതിങ് വരും. അപ്പോൾ നമുക്കറിയാം 3 പോയിന്റ് സംതിങ് ആകുമ്പോൾ ഇവിടെ ഈ ഇൻ്റർവെല്ലിൽ വരികയില്ല. മൈനസ് ആകുമ്പോഴത്തേക്കിനും ഈ ഇൻ്റർവെല്ലിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല? therefore there is no c in 1-3 for which f'(c) = 0. അതായത് f'(c) 0 ആകത്തക്ക രീതിയിൽ നമുക്കൊരു പോയിന്റും ഈ 1-3 ഇടയ്ക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ f'(c) 0 എന്ന് പറയുമ്പോൾ റോൾസ് തിയറം ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോൾസ് തിയറം ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഈ c 0 ആകത്തക്ക f'(c) 0 ആകുന്ന വിധത്തിൽ നമുക്കൊരു പോയിന്റ് ഈ 1-3 ഓപ്പൺ ഇൻ്റർവൽ 1-3 കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്.
നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x+2 x belong to 1 4 closed interval 1 4 ആണ്. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/x+2. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ് റാഷണൽ ഫംഗ്ഷൻ? അതുകൊണ്ട് എന്താണ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു റാഷണൽ ഫംഗ്ഷനെ, പോളിനോമിയൽ ഫംഗ്ഷനെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ. നമ്മൾ സ്റ്റാൻഡേർഡ് കുറേ ഫംഗ്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ 1 4. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 1/x ആയിരുന്നെങ്കിൽ -1/x+2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. therefore എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ 1 4. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി വെരിഫൈ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് പറയാം പിന്നെ മീൻ വാല്യൂ തിയറം ഈസ് ആപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ്. ആപ്ലിക്കബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കത് വെരിഫൈ ചെയ്യണം. വെരിഫിക്കേഷനാണ്. എന്താണ് വെരിഫൈ ചെയ്യുന്നത്? എഫ് ഡാഷ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ബിയും എഫ് ഓഫ് എ ഒന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x+2 ആണ്. അപ്പോൾ 1/b എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4+2 ദാറ്റ് ഈസ് 1/6 വരും. എഫ് ഓഫ് എ എന്താണ്? എ എന്ന് പറയുന്നത് 1 ആണ്. 1/1+2 ദാറ്റ് ഈസ് 1/3. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ വരും നമുക്ക് നോക്കാം. 1/6 മൈനസ് 1/3. നമുക്ക് 18 ഇങ്ങനെ എടുത്താൽ 3 മൈനസ് 6 മൈനസ് 3/18 വരും. ഇനി നമുക്കിവിടെ നമ്മുടെ ഈ കണ്ടീഷൻ അനുസരിച്ച് എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ -1/c+2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എഫ് ബി മൈനസ് എഫ് എ. എഫ് ബി മൈനസ് എഫ് എ നമ്മൾ -3/8 എന്ന് എഴുതി, 18 എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് 4 - 1 ആണ്. അപ്പോൾ എന്ത് വരും? നമുക്കറിയാം -3/18 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ -3/18 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് -1/18 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് -1/18 എഴുതാം. നമുക്ക് എന്താ കിട്ടിയത്? -1/c+2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു -1/18 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൈനസ് എടുത്ത റെസിപ്രോക്കൽ എടുത്താൽ c+2 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 18. അപ്പോൾ c+2 എന്താണ്? √18 വരും. അത് നമുക്കറിയാം ഒരു 4 പോയിന്റ് സംതിങ് ആണ് ഇവിടെ റിട്ടേൺ പോയിന്റ്. 4 പോയിന്റ് സംതിങ്. അപ്പോൾ സി എത്രയാണ്? 4 പോയിന്റ് സംതിങ് -2 എന്ന് വരും. അപ്പോൾ -2 എന്ന് പറയുമ്പോൾ ഇത് ഒരു 2 പോയിന്റ് സംതിങ് ആണ് കിട്ടാൻ പോകുന്നത്. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് 2 പോയിന്റ് സംതിങ് വരും. അത് നമ്മുടെ ഇൻ്റർവെൽ ഏതാണ്? 1 to 4 ആണ്. അപ്പോൾ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 1 to 4 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഈ സി നമുക്ക് കിട്ടിയ ആ വാല്യൂ സി എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഇൻ്റർവെൽ 1 to 4 ഒരു മെമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സി നമുക്ക് കാണാനായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുകൊണ്ട് എന്താണ് therefore മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തത്? ഇപ്പോൾ മീൻ വാല്യൂ തിയറം നമ്മളിവിടെ ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അത് വെരിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇത് √18 എന്ന് പറയുമ്പോൾ √16 4 ആയിരുന്നു. ഇത് 4 പോയിന്റ് സംതിങ് വരും. അതിൽ നിന്ന് 2 കുറച്ചാൽ 2 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഈ 2 പോയിന്റ് സംതിങ് എന്ന് പറയുന്നത് 1 to 4 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിലെ മെമ്പർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതോടുകൂടി നമ്മളെ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ നമുക്ക് 10-24ഓളം ക്ലാസ്സുകൾ
ഇത്രയും ക്ലാസ്സുകളിൽ സഹകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുക.